നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദത്തിൽ ഇ.പി. ജയരാജന് പിന്തുണയുമായി CPIM അപകീർത്തികരമായ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇ.പി. ജയരാജന് നിർദ്ദേശം നൽകിയതായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ജയരാജന്റെ തുറന്നുപറച്ചിൽ പാർട്ടിക്ക് ദോഷം ചെയ്യില്ലെന്നും LDF കൺവീനറായി തുടരുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക. അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത്. വടകരയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വടകരയിൽ BJP വോട്ടുകൾ UDF-ന് നൽകണമെന്ന പരസ്യ ധാരണയുണ്ടായി. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP-യെ സഹായിക്കാമെന്ന വാഗ്ദാനം സ്ഥാനാർത്ഥികളിൽ നിന്നും തന്നെ ഉണ്ടായി. പോളിംഗ് ശതമാനത്തിലെ കുറവ് UDF-നെ ബാധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദം മാധ്യമ ഗൂഢാലോചനയെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. കാര്യങ്ങൾ പാർട്ടിക്ക് ബോധ്യമായി. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ.പി. ജയരാജൻ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായ രീതികളാണ്. നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. ഇത് പാർട്ടിക്ക് മാത്രം, ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. നിങ്ങളെ പത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ നിയമ നടപടി ആർക്കൊക്കെ എതിരായി നോക്കണമെന്നുള്ളത് കാര്യങ്ങളെല്ലാം വെച്ച് നിയമ നടപടി സ്വീകരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മെയ് 1 ഹാജരാകാൻ നിർദ്ദേശം. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയെ ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? ക്രിസ്റ്റീന, ഇന്ന് രാവിലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡൽഹി പോലീസ് കേസെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംവരണം നിർത്തലാക്കുമെന്ന് സംസാരിക്കുന്ന തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ BJP പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമൂഹ മാധ്യമ ഹാൻഡിലുകളിലാണ് ഇത്തരം വീഡിയോകൾ പ്രചരിച്ചത്. ഈ വീഡിയോ വ്യാജമാണെന്ന് പിന്നീട് BJP വ്യക്തമാക്കി. ആ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിന്റെ കൂടി ഗൗരവം കണക്കിലെടുത്താണ് ഇതിലിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടിയായി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഡൽഹി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മെയ് 1 ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നോട്ടീസ് ഇപ്പോൾ ഡൽഹി പോലീസ് എന്തായാലും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഇപ്പോൾ ഒരു സുപ്രധാന അറസ്റ്റും നടന്നിരിക്കുകയാണ്. ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ കേസിൽ നടന്നിരിക്കുന്നത്. അസം സ്വദേശിയായ റീതോം സിംഗ് ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കോൺഗ്രസിന്റെ വാർ റൂം കോർഡിനേറ്ററാണ് റീതോം സിംഗ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമൂഹ മാധ്യമ ഹാൻഡിലുകളിലാണ് ഇത്തരം ചില വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിനു പിന്നാലെ വലിയ വിമർശനമായി BJP രംഗത്ത് വന്നിരുന്നു. BJPയുടെ വ്യക്തമാക്കിയത് ഇതൊരു വ്യാജ വീഡിയോ ആണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ നിയമ നടപടി മുന്നോട്ട് പോകുമെന്ന് BJPയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. എന്തായാലും തെലങ്കാന മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഒരുങ്ങുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 71.27% പോളിംഗ്. ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ്, 78.41%. പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സെ, ഈ അവസാന പോളിംഗ് ശതമാനം വരുമ്പോൾ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് എങ്ങനെയാണ്? കൃഷ്ണ, നേരത്തെയുള്ള കണക്ക് പ്രകാരം 70% സംസ്ഥാനത്തെ പോളിംഗ് നിരക്ക്. പക്ഷേ ചില വോട്ടുകൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴും ആബ്സെന്റി വോട്ടർ വിഭാഗം, ഒപ്പം ഈ ആബ്സെന്റി വോട്ടർ വിഭാഗത്തിൽ വരുന്നത് 85 വയസ്സിന് മുകളിൽ പ്രായമായവരുടെ വോട്ട്, അതായത് വീട്ടിലെ വോട്ടുകൾ, ഭിന്നശേഷി വോട്ടർമാർ, കോവിഡ് ബാധിതർ, അവശ്യ സേവന വിഭാഗങ്ങളിലെ ജോലിക്കാർ എന്നിവരുടെയൊക്കെ വോട്ടുകളാണ് ഈ ആബ്സെന്റ് വോട്ടർ വിഭാഗത്തിൽ വരുന്നത്. അതോടൊപ്പം ഈ പോസ്റ്റൽ വോട്ടുകൾ, അതായത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള പോസ്റ്റൽ വോട്ടുകൾ, ഇതെല്ലാം ഈ കണക്കെല്ലാം ചേർത്തതിനു ശേഷമാണ് സംസ്ഥാനത്തെ പോളിംഗിന്റെ അന്തിമ കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 71.27% പോളിംഗ് ആണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിക്കുന്നുണ്ട്. ആകെയുള്ള വോട്ടർമാരിൽ ഏതാണ്ട് 1,97,00,000
77,478 പേർ വോട്ട് ചെയ്തതായി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇവരിൽ 94,75,090 പേർ പുരുഷ വോട്ടർമാരും 1,30,02,238 പേർ സ്ത്രീ വോട്ടർമാരാണ്. 150 പേർ ഭിന്നലിംഗ വോട്ടർമാരാണ്. ആബ്സെന്റ് വോട്ടർ വിഭാഗത്തിൽ 1,80,865 വോട്ടും തപാൽ വോട്ട് വിഭാഗത്തിൽ 41,900 വോട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കണക്കുകളെല്ലാം ഈ അന്തിമ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. 78.41% പോളിംഗാണ് വടകരയിൽ നടന്നത്. 11,14,950 വോട്ടർമാർ വടകരയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നത്. 63.37% പോളിംഗ് ആണ് പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തുന്നത്. 9,06,051 വോട്ടർമാർ മാത്രമാണ് പത്തനംതിട്ടയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന കണക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി രാഹുൽ ഗാന്ധി. പിന്നോക്ക വിഭാഗക്കാരെ കേന്ദ്ര സർക്കാർ തഴയുന്നു. ദില്ലിയിൽ 90 IAS ഉദ്യോഗസ്ഥരാണ് ഭരണം നടത്തുന്നത്. ഇതിൽ 3 പേർ മാത്രമാണ് പിന്നോക്ക വിഭാഗക്കാരെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഗുജറാത്തിലെ പ്രചാരണ റാലിയിലാണ് വിമർശനം. सरकार कौन चलाता है? 90 लोग चलाते हैं दिल्ली की सरकार. मोदी जी साइन करते हैं. 90 लोग IAS अफसर हिंदुस्तान की सरकार चलाते हैं. बजट का हर रुपया वो बांटते हैं. गुजरात में कितना पैसा आएगा, बुलेट ट्रेन में कितना जाएगा, अग्निवीर योजना होगी नहीं होगी, दलितों को पिछड़ों को स्कॉलरशिप कितनी मिलेगी, सड़कें कितनी बनेंगी, कहां बनेंगी, कैसे बनेंगी, कितना पैसा इंफ्रास्ट्रक्चर में जाएगा, ये सारे के सारे निर्णय 90 IAS अफसर लेते हैं. मैंने इनके नाम निकाले. 90 में से 3 अफसर पिछड़े वर्ग के हैं और उनको पीछे बैठा रखा है. कोने में छोटा सा डिपार्टमेंट दे रखा है. फाइनेंस मिनिस्ट्री में आपको एक नहीं मिलेगा, बड़ी बड़ी मिनिस्ट्री में आपको एक नहीं मिलने वाला. पिछड़े 3 हैं. വിശദാംശങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ഗുജറാത്തിലെ പ്രചാരണ റാലിയിൽ എണ്ണി വിമർശനങ്ങൾ ഉന്നയിക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി. അതിലേറ്റവും പ്രധാനം പിന്നാക്കക്കാർക്ക് രാജ്യത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല, ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല തുടങ്ങിയവയാണല്ലോ. തീർച്ചയായും ഗുജറാത്തിലെ പത്താനിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് രാഹുൽ ഗാന്ധി കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. പ്രധാനമായും പിന്നാക്ക വിഭാഗങ്ങളോട് കേന്ദ്ര സർക്കാർ വലിയ അവഗണന കാണിക്കുന്നു എന്നതായിരുന്നു രാഹുൽ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിനാണ് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതും. അതിൽ പ്രധാനപ്പെട്ടത് 90 IAS ഉദ്യോഗസ്ഥർ ചേർന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം ദില്ലിയിൽ നിർവഹിക്കുന്നത്. ബജറ്റിൽ അനുവദിക്കുന്ന പണം ഓരോ വിഭാഗത്തിനും അനുവദിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ മുഖേനയാണ്. പക്ഷേ ഈ 90-ൽ വെറും 3 പേർ മാത്രമാണ് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് രാഹുൽ പറയുന്നു. അതുകൊണ്ട് ശേഷിക്കുന്നവരൊക്കെ തന്നെ അതിന് മുകളിലുള്ള ആളുകൾ, അതായത് പിന്നാക്ക വിഭാഗത്തിന് വലിയ അവഗണന ഈ ഉദ്യോഗസ്ഥരുടെ നിർണയത്തിൽ പോലും ഉണ്ടാകുന്നുണ്ട് എന്നതാണ് രാഹുലിൻ്റെ വിമർശനം. ഏതായാലും ഈ വിമർശനത്തിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ വെച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ ചില പ്രതികരണങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. അതായത് സംവരണം അത് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ പോകുന്നു, ഇനി ഒരിക്കൽ കൂടി BJPക്ക് അധികാരം കിട്ടിയാൽ എന്നൊരു പ്രചാരണം നടക്കുന്നതായി മോദി പറയുന്നു. അങ്ങനെ ഒരു ആലോചനയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് BJPയുടെ ഭാഗത്തു നിന്ന് ഇല്ല. അംബേദ്കർ വിചാരിച്ചാൽ പോലും അതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാക്ക വിഭാഗക്കാർക്കിടയിൽ ഉണ്ടാവുന്ന ഒരാശങ്കയെ അത് പരിഹരിക്കാനുള്ള ശ്രമം മോദിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായി. ശരി, മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീനാഥ് ചന്ദ്രനാണ്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൽ BJP MLAയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ്. ത്രിപുര MLA ജാദബ് ലാൽ നാഥിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഏപ്രിൽ 26-ന് 2ാം ഘട്ട വോട്ടെടുപ്പിനിടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് പരാതി. നോർത്ത് ത്രിപുര മണ്ഡലത്തിലെ ബാഗ്ബസയിലെ പോളിംഗ് ബൂത്തിൽ അതിക്രമിച്ചു കയറി പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. ക്രിസ്റ്റീന, ത്രിപുരയിലെ നോർത്ത് ത്രിപുര മണ്ഡലത്തിലേക്ക് 2ാം ഘട്ടത്തിൽ നടന്ന വോട്ടെടുപ്പിനിടെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നും BJP നേതാക്കൾ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. BJPയുടെ MLA ജാദബ് ലാൽ നാഥിനെതിരെ കാരണം കാണിക്കൽ
നോട്ടീസ് നൽകിയിരിക്കുകയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ. ഈ വോട്ടെടുപ്പ് നടന്ന ദിവസം ബാഗ് ബസയിലെ ഒരു 22-ാം നമ്പർ ബൂത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും ഒപ്പം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുകയും അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് MLA-ക്കെതിരായ പരാതി. ഏറെ നേരം ഈ ഡ്യൂട്ടി തടസ്സപ്പെടാൻ ഇയാളുടെ നടപടികൾ കാരണമാക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ജാദവ് ലാൽ നാഥിനെതിരെ കഴിഞ്ഞ വർഷം നിയമസഭയ്ക്ക് അകത്ത് സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടതിന്റെ പേരിൽ വിവാദത്തിലായ നേതാവാണ്. ഒപ്പം തന്നെ ഇതേ ദിവസം തന്നെ പലയിടങ്ങളിലും BJP നേതാക്കൾ ബൂത്ത് ആക്രമിച്ചതായുള്ള ആരോപണങ്ങൾ, പരാതികൾ ഉയർന്നിട്ടുണ്ട്. BJP നേതാവ് കാജൽ ദാസ് ഇത്തരത്തിൽ കദം തലയിലെ പോളിംഗ് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുകയും പോളിംഗ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും എന്നുമുള്ള ഒരു പരാതിയും ഈ 2ാം ഘട്ട പോളിംഗിനിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വികാരനിർഭരനായി EP ജയരാജൻ. TG നന്ദകുമാർ തന്നെ കുരുക്കാൻ ശ്രമിച്ചു. കുറെ നാളായി തനിക്കെതിരെ ഗൂഢാലോചനയെന്നും EP ജയരാജൻ. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ചങ്ങാത്തത്തിൽ ജാഗ്രത വേണം എന്നുള്ളത്. അത്തരത്തിലൊരു ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നത് സ്വയം സമ്മതിക്കുകയായിരുന്നു EP ജയരാജൻ. ക്രിസ്റ്റീന, EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വികാരനിർഭരനായി EP ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. BJP-യുള്ള പോരാട്ടത്തിന്റെ ചരിത്രമാണ് EP നേരത്തെ EP സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയത്. തന്നെ വധിക്കാൻ ശ്രമിച്ച ഒരാൾ RSSകാരനായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ EP സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി തനിക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാർ തന്നെ കൊടുക്കാനാണ് ശ്രമിച്ചത്. പോളിംഗ് ദിനം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സംശയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. താൻ BJP-യിലേക്ക് പോകുമെന്ന ഒരു വലിയ പ്രചരണം നടക്കുകയും അതിലൂടെ പാർട്ടിയെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ് ദിവസം ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതനായത് എന്നും EP ജയരാജൻ വിശദീകരിച്ചു. EP ജയരാജന്റെ വിശദീകരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജയരാജന് പിന്തുണ നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നതും LDF കൺവീനറായി തന്നെ തുടരട്ടെ എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതും ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് VA ഗിരീഷാണ്. രാജ്യത്തെ 3 വിമാനത്താവളങ്ങളിൽ ബോംബ് ഭീഷണി. ജയ്പൂർ, നാഗ്പൂർ, ഗോവ വിമാനത്താവളങ്ങളിലാണ് ഭീഷണി. 3ഇടത്തും സുരക്ഷ വർദ്ധിപ്പിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏത് രീതിയിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്? അന്വേഷണം ഏത് രീതിയിലാണ്? ക്രിസ്റ്റീന, രാജ്യത്തെ പ്രധാനപ്പെട്ട 3 വിമാനത്താവളങ്ങളാണ് ഇന്ന് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നത്. ജയ്പൂർ, ഗോവ, കാൺപൂർ എന്നീ വിമാനത്താവളങ്ങളുണ്ടായ ബോംബ് ഭീഷണി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണവും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങളെല്ലാം തന്നെ വിമാനത്താവളത്തിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ഇത് യാതൊരു തരത്തിലും ബാധിച്ചില്ല എന്നും ഇപ്പോൾ വിമാനത്താവളങ്ങൾ അധികൃതർ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ പരിശോധന അടക്കം ശക്തമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിമാനത്താവളങ്ങളടക്കം ഇപ്പോൾ പരിശോധനയെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ സംശയാസ്പദമായി ഒന്നും കാണാൻ സാധിച്ചില്ലെന്നത് വലിയ ആശ്വാസകരമാണ്. അതേസമയം തന്നെ ഇപ്പോഴും പരിശോധന അടക്കമുള്ള നടപടികൾ തുടർന്നു വരികയെന്നാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്ന വിവരം. ശരി, വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന്. ഗുജറാത്ത് തീരത്ത് വീണ്ടും ലഹരിവേട്ട. 173 കിലോ രാസലഹരിയുമായി വന്ന ബോട്ട് പിടികൂടി. കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് ATSും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ലഹരി പിടികൂടിയത്. ബോട്ടിലുണ്ടായിരുന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയും ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട നടന്നിരുന്നു. മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, ഈ ATS നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുമായൊക്കെ സഹകരിച്ച് ഈ ലഹരി വേട്ട തുടർച്ചയായി നടത്തുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വൻതോതിൽ ലഹരി പിടികൂടിയിരുന്നു. ഇന്ന് വീണ്ടും ഇതേപോലെയുള്ള റെയ്ഡ് നടന്നു എന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ.
കൃഷ്ണ ഗുജറാത്ത് തീരം വഴി ഇന്ത്യയിലേക്ക് വലിയ തോതിൽ രാസലഹരി എത്തിക്കുന്നുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ അറിയാം. പല ഘട്ടങ്ങളിലും വലിയ തരത്തിൽ രാസലഹരി ഗുജറാത്ത് തീരത്ത് നിന്ന് പിടികൂടിയിരുന്നു. പക്ഷേ സമീപകാലത്ത് അതിൻ്റെ എണ്ണം വളരെ അധികം കൂടി വരികയാണ്. ഇപ്പോൾ 2 ദിവസത്തിനിടെ ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ ലഹരി മരുന്നാണ് പിടിച്ചതെന്നാണ് സൂചന. കാരണം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 180 കിലോ രാസലഹരി പിടിച്ചു. 600 കോടിയോളം രൂപ അതിന് വില വരുന്നു എന്നതാണ് കണക്കാക്കുന്നത്. ഇന്നിപ്പോൾ പിടിച്ചിരിക്കുന്നത് ഏതാണ്ട് 173 കിലോയാണ്. അതായത് അതിന് ഇരട്ടിയിലധികമാണ് ഇന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 14 പാകിസ്ഥാൻ പൗരന്മാരെ ഒരു ബോട്ടിൽ ലഹരി മരുന്നുമായി പിടികൂടി. ഇന്നിപ്പോൾ 2 പേരെയാണ് പിടികൂടിയത്. പക്ഷേ ഇതൊരു ഇന്ത്യൻ ബോട്ടാണ് എന്നതാണ് പറയുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെയും ഗുജറാത്ത് പോലീസിലെ തീവ്രവാദ വിരുദ്ധ സേനയുടെയും ATSൻ്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഈ ലഹരി മരുന്ന് പിടികൂടിയത്. കഴിഞ്ഞ മാസവും മാർച്ചിലും വലിയ തോതിൽ ലഹരി മരുന്ന് ഗുജറാത്ത് തീരം വഴി കടത്താൻ ശ്രമിച്ചത് പിടികൂടിയിരുന്നു. ഫെബ്രുവരിയിലും ഏതാണ്ട് 3000 കോടിയോളം രൂപയുടെ ലഹരി മരുന്നാണ് ഈ മേഖലയിൽ നിന്ന് പിടികൂടിയത്. അതുകൊണ്ട് സമീപകാലത്ത് ഇത്തരം കടത്ത് രാജ്യത്തേക്ക് വളരെയധികം ഗുജറാത്ത് തീരം വഴി ഉണ്ടാകുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ശരി, മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീനാഥ് ചന്ദ്രനാണ്. നാഗാലാൻഡിൽ വൻ ആയുധവേട്ട, തോക്കുകളും സാറ്റലൈറ്റ് ഫോണുകളും ഉൾപ്പെടെ സുരക്ഷാ സേന പിടികൂടി. ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, വിവരങ്ങൾ. ക്രിസ്റ്റീന, നാഗാലാൻഡിലെ വിഘടനവാദി സംഘടനയ്ക്ക് വേണ്ടി നടത്തിയ തിരച്ചിലിനിടെയാണ് ഈ വിഘടനവാദികളുടെ താവളത്തിൽ ഈ സുരക്ഷാ സേന പരിശോധന നടത്തുകയും അവിടെ നിന്നും വൻതോതിലുള്ള ആയുധശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ 82 mm മോർട്ടാറുകൾ, 11 മോർട്ടാറുകൾ, കൂടാതെ 4 RCL ട്യൂബുകൾ, 10 പിസ്റ്റലുകൾ, 199 റേഡിയോ സെറ്റുകൾ, കൂടാതെ സാറ്റലൈറ്റ് ഫോൺ അടക്കം ഉപകരണങ്ങളാണ് ഈ വിഘടനവാദി സംഘടനയുടെ താവളത്തിൽ നിന്നും സുരക്ഷാ സേന പിടികൂടിയിരിക്കുന്നത്. നാഗാലാൻഡ് പോലീസും സൈന്യവും ചേർന്ന സംയുക്ത സംഘമാണ് ഈ മേഖലയിൽ ഭീകര വിരുദ്ധ ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കത്തിലാണ് വൻതോതിൽ ആയുധശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഓപ്പറേഷന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പങ്കുവയ്ക്കുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് തന്നെ ഈ ഭീകരവാദ സംഘടനയിൽപ്പെട്ട ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരമാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷാ സേന ഈ മേഖലയിൽ അടക്കം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർ പ്രതിഷേധിച്ചത്. ബാങ്കിനുള്ളിൽ നിലത്ത് കിടന്നാണ് നിക്ഷേപകർ പ്രതിഷേധിച്ചത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് ചേരുന്നത്. ടോബി, നിക്ഷേപകർ ഈ പണം ആവശ്യപ്പെട്ടത് ഇപ്പോഴാണോ അതോ മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നോ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ക്രിസ്റ്റീന, കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിലുള്ള ആവശ്യം നിക്ഷേപകർ നടത്തുന്നുണ്ട്. പലതവണ പണം ആവശ്യപ്പെട്ടിട്ടും മക്കളുടെ വിവാഹം, അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക്, ആശുപത്രി ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടി ബാങ്കിലെത്തി പണം ആവശ്യപ്പെട്ടുവെങ്കിലും ഈ നിക്ഷേപിച്ച തുകകളൊന്നും തന്നെ തിരിച്ചു നൽകാൻ ബാങ്ക് അധികൃതരോ തയ്യാറായില്ല. ഈ ഒരു സാഹചര്യത്തിൽ പലതവണ പരാതിയുമായി ഇവർ പോയിരുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ നടപടി ഉണ്ടാകാതെ വന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബാങ്കിനുള്ളിൽ തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇന്ന് ഉച്ചയോടുകൂടി MLAയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ആ ചർച്ചയും നടന്നില്ല. ഇതേ തുടർന്നാണ് ബാങ്കിനുള്ളിൽ കിടന്നുകൊണ്ട് ഇവർ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം ഇവർ EDക്ക് പരാതി നൽകാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് പല നിക്ഷേപകരും ഈ ബാങ്കിൽ, ഈരാറ്റുപേട്ട ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇവിടെ ഭരിക്കുന്നത്. പക്ഷേ ഇവരോടെല്ലാം തന്നെ ഈ പരാതി പറഞ്ഞിട്ടും ഇത്തരത്തിൽ ഇവരുടെ പണം തിരികെ ലഭിച്ചില്ല. പറയുന്നൊരു ന്യായം, അല്ലെങ്കിൽ ഇവർ ബാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ പറയുന്നത് വായ്പ നൽകിയ തുക തിരിച്ചു ലഭിച്ചില്ല, അതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്നുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. എന്നാൽ ഇതിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് നിക്ഷേപകരിൽ പലരും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED അടക്കമുള്ള ഏജൻസികളെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇവർ പോകാനും കൂടി ആലോചിക്കുന്നത്. എന്തായാലും പണം തിരികെ കിട്ടുന്നവരെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിക്ഷേപകരുടെ തീരുമാനം. ക്രിസ്റ്റീന, കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ടോബി ജോൺസൺ. മുതലപ്പുഴ അപകടത്തിൽ സർക്കാരിനെതിരെ ലത്തീൻ അതിരൂപത. അപകടം തുടരുന്നത് തീരദേശ ജനതയോടുള്ള അവഗണന കൊണ്ട്. നിഷേധ സമീപനം തുടർന്നാൽ സമരത്തിനിറങ്ങേണ്ടി വരുമെന്ന് ലത്തീൻ അതിരൂപത. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, വീണ്ടും പരാതിയുമായി ലത്തീൻ അതിരൂപത വരുന്നു, വീണ്ടും സമരം.
ഉണ്ടാകുമെന്ന സൂചന ലഭിക്കുന്നു. വിവരങ്ങൾ ക്രിസ്റ്റീന, ഇന്ന് രാവിലെയാണ് മുതലപ്പുഴയിൽ അപകടമുണ്ടായത്. തുടർച്ചയായി ഈ മാസം ഉണ്ടാകുന്ന ഒരു മൂന്നാമത്തെ അപകടമാണ്. ഇന്ന് രാവിലെ ഈ അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ലത്തീൻ അതിരൂപത സർക്കാരിന് മുന്നറിയിപ്പുമായി ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ ഈ നിഷേധ നിലപാടാണ്, തീരദേശ ജനതയോടുള്ള നിഷേധ നിലപാടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുവാൻ കാരണം. നേരത്തെ ഈ അപകടങ്ങൾ പതിവായ സമയത്ത് മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും അതിരൂപത പ്രതിനിധികളുമായും സർക്കാർ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ 7 ഉടമ്പടികൾ സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു നേരത്തെ ഈ അപകടങ്ങളുടെ കാരണം അന്വേഷിച്ച് വിദഗ്ധ സമിതി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നത്. അതായത് പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കും, ഒപ്പം തന്നെ ഈ പുഴയിലേക്ക് അടിയുന്ന മണ്ണ് കൃത്യസമയത്ത് നീക്കം ചെയ്യും. പക്ഷേ സർക്കാരിന്റെ ഈ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പായില്ലെന്നും ഈ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള സമീപനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നാണ് പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റ് ദുരന്തങ്ങളിൽ പെട്ട് മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാറുണ്ട്. അതേപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ തിരയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ അവർക്ക് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. സർക്കാരിന് മുന്നറിയിപ്പുമായി ലത്തീൻ അതിരൂപത വിശദാംശങ്ങൾ നൽകിയത് അജേഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.